ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിയിൽ ബിനാലെ കാണാനായിട്ട് വന്നിരിക്കുന്നതാണ്. എല്ലാ വർഷം ബിനാലെ നടക്കാറുണ്ട്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് പോകുന്നത്. ഈ തവണത്തെ ബിനാലയ്ക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. കാരണം വെച്ചാൽ ഫ്ലഡിന് ശേഷം ആദ്യമായിട്ട് നടക്കുന്ന ബിനാലെയാണ്. അപ്പോൾ അതിൻ്റെ കുറേ തീമുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പോയി കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മൾ കണ്ടിറങ്ങിയ ആ സംഭവമില്ലേ, അതൊക്കെ ശരിക്കും ഒറിജിനലായിട്ട് വെള്ളം കയറിയപ്പോൾ നശിച്ച സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോഴും അതിൻ്റെ സ്മെല്ല് ഇപ്പോഴും വിട്ടുപോയിട്ടില്ല അവിടെ നിന്ന്. എൻ്റെ പൊന്നോ, എന്ത് വലിയൊരു ടയറാന്ന് നോക്കിക്കേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണും ഇത്രയും വലിയൊരു ടയർ. നമ്മുടെയൊക്കെ ഒരു വീടിൻ്റെ അത്ര ഉണ്ട് ഈ ടയറിൻ്റെ ഉയരം. ഈ വെള്ളത്തിലൂടെ നടന്നു വേണം നമുക്ക് ആ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് പോകാനായിട്ട്. ഇത് തിയേറ്ററൊന്നും അല്ലാത്ത കേസ്, ഇതിനൊരു തീമുണ്ട്. തീം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് വിയറ്റ്നാമിൽ ആഭ്യന്തര യുദ്ധം വന്നപ്പോൾ അവിടെയുള്ള സൈനികർക്ക് ജോലി നഷ്ടമാവുകയും പിന്നെ അവർ റിക്ഷ വലിച്ച് ആണത്ര ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് റിക്ഷ വലിച്ച് ജീവിച്ചുകൊണ്ടിരുന്നവർ നമ്മൾ ഇന്നത്തെ കാലത്ത് ഓർക്കുന്ന പോലും ഇല്ലല്ലോ. ഇപ്പോൾ മോട്ടോർ വെഹിക്കിളും അതും ഇതൊക്കെയാണല്ലോ. അപ്പോൾ അത് നമ്മളിപ്പോഴും ഓർക്കാൻ വേണ്ടി അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു തീമാണിത്. ഇവിടെ കുറേ അസ്ഥികൂടങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എല്ലാം മൃഗങ്ങളുടെയൊക്കെയാണെന്ന് തോന്നുന്നു, കുറേ അസ്ഥികൂടങ്ങൾ. പക്ഷേ ഇതിനൊക്കെ ഒരു പ്രത്യേക തീമുണ്ട്. ഈ തീം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇതെന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അതൊക്കെ അറിഞ്ഞ് ഇവർ ചോദിച്ചാൽ മതി. ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇവിടുന്ന് കണ്ടിട്ട് മടങ്ങാൻ. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. ജസ്റ്റ് ഇവിടെ ഏതൊരു സാധനം എക്സിബിഷൻ പോയി കണ്ടിട്ട് പോകുന്ന പോലെ തന്നെ പോയി കണ്ടിട്ട് വരേണ്ട വരും. ഇവിടെ വന്നാലുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇത് പെട്ടെന്ന് എല്ലാം വായിച്ച് മനസ്സിലാക്കി ഇവിടുന്ന് പോക്കെടുക്കില്ല. എല്ലാത്തിൻ്റെയും എൻട്രൻസിൽ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് ഇവരെന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന തീം എന്താണെന്നൊക്കെ. പക്ഷെ അതൊക്കെ വായിച്ച് മനസ്സിലാക്കി പോകണമെങ്കിൽ കുറച്ചധികം സമയം വേണം. ഒരു ദിവസം പോരാണ്ട് വരും. തിങ്കളാഴ്ചകളിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഫ്രീ ആണ്. ഇവിടെ വച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങൾക്കും ഓരോന്നിൻ്റെതായ ഒരു തീമുണ്ട്. അപ്പോൾ ആ തീമിനെ കുറിച്ച് നമുക്ക് വിവരിച്ച് തരാനായിട്ട് നമ്മുടെ കൂടെ ഒരു ബഡ്ഡി കൂടെ വന്നിട്ടുണ്ട്. ആളുടെ പേര് മനു എന്നാണ്. നമുക്കൊന്ന് പരിചയപ്പെട്ടു നോക്കാം. ഹായ്, ഐ ആം മനു. ഇതിൽ ചൗധരി എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റിൻ്റെ വർക്കാണ്. ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഈ ആർട്ടിസ്റ്റ് 26 കൊല്ലം എടുത്ത് ചെയ്ത വർക്കാണിത്. 26 കൊല്ലം എന്ന് പറഞ്ഞ ഒരാൾ ലൈഫിൽ വലിയ പീരീഡാണ്. 26 കൊല്ലം കൊണ്ട് ഹാൻഡ് മെയ്ഡ് ചെയ്തേക്കുന്നതാണ്, സെറാമിക്കിൽ ചെയ്തേക്കുന്ന വർക്കാണിത്. ഇത് ഇവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിറ്റി പോലെ തോന്നും, ഒരു ഇമാജിനറി വേൾഡ് പോലെ തോന്നും. ഈ സെറാമിക്കിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടുള്ള സംഭവമാണ്. ഈ സെറാമിക്കിന് ഒരു കുറച്ച് ഷേപ്പേ കിട്ടുള്ളൂ. ഇതെന്ന് വെച്ചാൽ 1000 ഷേപ്പുകൾ ഹാൻഡ് മെയ്ഡ് ചെയ്തേക്കുന്നത്. മോൾഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ് സെറാമിക്. ഈ വർക്ക് 1000 പീസും 1000 ഷേപ്പിലാണ്. അതന്നെ വലിയ കാര്യം. ഈ വർക്ക് ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ആണ്. 26 കൊല്ലം വർക്കാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോഴും ആർട്ടിസ്റ്റ് ഓരോ പോർഷൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ്. ഇത് ഇവിടെ തന്നെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യണ ഒരു വെബ് ബ്രൗസറിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യണ വർക്ക് ഇതാണ്.
യൂറോപ്യൻസും എല്ലാവരും ലുക്മയുടെ വർക്ക് ഏതാണെന്ന് ചോദിച്ചാണ് ഇവിടെ വരാൻ. ഒന്ന് കണ്ടു. ഇപ്പോൾ ബിനാലെ കാണാൻ താല്പര്യമുള്ളവർക്ക് വന്ന് കാണാവുന്നതാണ്. മാർച്ച് 29 വരെയും ഈ ബിനാലെ കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വന്ന് കാണാൻ പറ്റുന്നവരാണെങ്കിൽ വന്ന് കാണുക. അതുപോലെ തിങ്കളാഴ്ച വരുവാണെങ്കിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഫീ ഇല്ല. 100 രൂപയാണ് അല്ലെങ്കിൽ ടിക്കറ്റ് ഫീ. അപ്പോൾ തിങ്കളാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കണ്ടിട്ട് പോകാം. പക്ഷെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരിക്കലും ഇത് കണ്ടാൽ തീരില്ല. ഒരു 2-3 ദിവസമെങ്കിലും വേണം ഇതെല്ലാം വിശദമായിട്ട് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി ഇതിൻ്റെ സംഭവങ്ങളൊക്കെ അറിഞ്ഞ് നിങ്ങൾക്ക് കണ്ടു തീർക്കണമെങ്കിൽ. അപ്പോൾ എല്ലാം പറ്റുന്നവരൊക്കെ വന്ന് കാണുക. ഇതിൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതൊരിക്കലും ഇത് സെബിയർ സൈനിങ് ഔട്ട് ഫ്രം കൊച്ചി ബിനാലെ.